അടുത്ത ദിവസം വൈകുന്നേരം കൃത്യം 6 മണിക്ക് ഫസീല അതീവ സുന്ദരിയായി ഒരുങ്ങി ബീച്ചിനടുത്തുള്ള മിലൻ പാർക്കിലേക്കെത്തി. അരുൺ അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവനെ കണ്ടതും ഫസീല ഡിവോഴ്സ് നോട്ടീസ് ഒപ്പിട്ട കാര്യം വലിയ അഹങ്കാരത്തോടെ പറഞ്ഞു. അരുൺ തൻ്റെ പതിവ് കള്ളച്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ച് സംസാരിച്ചു. എന്നാൽ ഫസീല അറിയാതെ അരുൺ മറ്റൊരു വലിയ കണി കൂടി അവൾക്കായി ഒരുക്കിയിരുന്നു. മുൻപ് ഇതേപോലൊരു മറ്റൊരു പെൺകുട്ടിയെ ചതിച്ച കേസിൽ പോലീസ് അരുണിനെ അന്വേഷിച്ച് നടപ്പുണ്ടായിരുന്നു. പോലീസിൻ്റെ കയ്യിൽപ്പെട്ടാൽ തനിക്ക് രക്ഷപ്പെടാൻ ഒരു ഇര വേണമെന്ന് കരുതി അരുൺ ഫസീലയുടെ ശ്രദ്ധ മാറിയ നേരം നോക്കി അവളുടെ ബാഗിൽ ഒരു ഡ്രഗ്സ് പാക്കറ്റ് ഒളിപ്പിച്ചു വെച്ചു. അവർ സംസാരിച്ച് തീരുന്നതിന് മുൻപ് തന്നെ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പാർക്ക് വളഞ്ഞു. അരുണിനെയും ഫസീലയെയും അവിടെ വെച്ച് അവൾക്ക് സംസാരിക്കാനുള്ള സാവകാശം കൊടുക്കാതെ തന്നെ അറസ്റ്റ് ചെയ്തു. പോലീസ് സ്റ്റേഷനിലെത്തി ലേഡി പോലീസ് ഫസീലയുടെ ബാഗ് സെർച്ച് ചെയ്തപ്പോൾ അതിൽ നിന്നും മാരക മയക്കുമരുന്ന് കണ്ടെടുത്തു. പിറ്റേന്ന് രാവിലെ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും അവരുടെ ഫോട്ടോ സഹിതം വാർത്ത വന്നു. ഹണി ട്രാപ്പ് തലവനും കൂട്ടാളിയായ യുവതിയും മയക്കുമരുന്നുമായി പിടിയിൽ. വാർത്ത കണ്ട് നാണക്കേട് കൊണ്ട് ഉമ്മ ഫരീദ തളർന്നു വീണു. വല്ലിപ്പ അവരെയും ഫസീലയെയും ശാപവാക്കുകൾ കൊണ്ട് മൂടി. ഫസീലയ്ക്ക് അവളുടെ ജോലിയും എന്നേക്കുമായി നഷ്ടപ്പെട്ടു. മറുവശത്ത് കാറു പതുക്കെ വന്ന് തറവാട്ടു വീടിൻ്റെ മുറ്റത്ത് നിർത്തി. വണ്ടിയുടെ ഡോർ തുറന്ന് ഹാഷിം ആദ്യം പുറത്തിറങ്ങി. മറുപുറത്ത് വന്ന് അമീനക്കായി കാറിൻ്റെ വാതിൽ തുറന്നു കൊടുത്തു. ഒരുപാട് മാനസിക സങ്കടങ്ങൾക്ക് ശേഷം ഇന്ന് അവളുടെ മുഖത്ത് ഒരമ്മയാകാൻ പോകുന്നതിൻ്റെ ശാന്തതയുണ്ടായിരുന്നു. ഹാഷിം അവളുടെ കൈകളിൽ പിടിച്ച് പതുക്കെ പുറത്തേക്കിറക്കി. അപ്പോഴേക്കും ഉമ്മറത്ത് കാത്തിരുന്ന ഫസിയും അർഷിയുടെയും മുഖത്ത് വലിയൊരു ആശ്വാസത്തിൻ്റെ പുഞ്ചിരി വിരിഞ്ഞു. പടികൾ കയറി ഹാളിലെ സോഫയിലേക്ക് അമീന വന്നിരുന്നതും അർഷിയും ഫസിയും അവളുടെ ഇരുവശത്തായി ചേർന്നിരുന്നു. എന്നിട്ട് ഫസി പതുക്കെ തൻ്റെ കൈകൾ നീട്ടി അമീനയുടെ വയറിൽ തൊട്ടു. പിന്നാലെ അർഷിയും അവളുടെ കൈകൾ അതിനു മുകളിലായി വെച്ചു. ആ കൈകളുടെ സ്പർശനം അറിഞ്ഞതും അമീനയുടെ കണ്ണുകളിൽ നിന്നും ഈറനണിഞ്ഞു. അവൾ അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി. അമീനത്തെ, ഇതിനകത്ത് ഇപ്പോഴൊരു കുഞ്ഞുവാവുണ്ടില്ലേ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഫസി വല്ലാതെ അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും അവളുടെ വയറിലേക്ക് നോക്കി ചോദിച്ചു. അർഷി അവളുടെ മുഖത്തേക്ക് നോക്കി അതീവ സ്നേഹത്തോടെ പുഞ്ചിരിച്ചു. ആ നെറുകയിൽ ഒരു ഉമ്മ കൊടുത്തു. ഒരൊറ്റ നിമിഷത്തിൽ അവർക്കിടയിൽ ഉണ്ടായിരുന്ന എല്ലാ പഴയ മുറിവുകളും എന്നേക്കുമായി ഉണങ്ങിപ്പോയിരുന്നു. ഒരമ്മയാകാൻ പോകുന്ന തങ്ങളുടെ ഇത്താത്തയെ അനിയത്തിമാർ രണ്ടുപേരും തങ്ങളുടെ സ്നേഹം കൊണ്ട് പൊതിയുകയായിരുന്നു. ഹാളിൽ അമീനയ്ക്ക് ചുറ്റും എല്ലാവരും ഇരിക്കുമ്പോൾ നഫീസ ഉമ്മ പതുക്കെ നടന്ന് ഫസിയുടെ അരികിലേക്ക് ചെന്നു. ആ ഉമ്മയുടെ മുഖത്ത് വലിയൊരു വാത്സല്യമുണ്ടായിരുന്നു. അവർ പതുക്കെ കുനിഞ്ഞ് ഫസിയുടെ വയറിൽ കൈവച്ചുകൊണ്ട് അതീവ സ്നേഹത്തോടെ പറഞ്ഞു, ഈ വയറിനു ഞങ്ങൾക്കൊരു സന്തോഷ വാർത്ത പെട്ടെന്ന് തരണേ മക്കളെ. അമീനുടെ കൂടെ തന്നെ ഈ വീട്ടിൽ അടുത്തൊരു ചിരി കൂടി കേൾക്കാൻ ഈ ഉമ്മച്ചിമാർക്ക് വലിയ ആഗ്രഹമുണ്ട്. ഉമ്മച്ചി അത് പറഞ്ഞതും ഫസിയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു തൊടുത്തു. അവൾ പെട്ടെന്ന് തല താഴ്ത്തി തൻ്റെ തട്ടത്തിൻ്റെ തുമ്പിൽ പിടിച്ചു വലിച്ച് അവിടെ തന്നെ ഇരുന്നു. ഇത് കേട്ടും മറുത്ത തൂണിൽ ചാരി നിൽക്കുകയായിരുന്ന ഹാഷിം അഫ്സലിൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു കള്ളച്ചിരിയോടെ ഉറക്കെ പറഞ്ഞു, ഉമ്മച്ചിയെ, അഫ്സലിൻ്റെ ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ ആ സന്തോഷ വാർത്ത ഇപ്പോൾ ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പോണില്ല. അവളുടെ PG ഒക്കെ കഴിഞ്ഞിട്ട് മതി എന്നായിരിക്കും അവനിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാകുക. അതുകൊണ്ട് അതുവരെ നിങ്ങളെല്ലാവരും ഒന്ന് കാത്തിരുന്നോളി. ഹാഷിം അത് പറഞ്ഞതും അഫ്സൽ പെട്ടെന്നൊന്ന് ചിരിച്ചുപോയി. കാരണം തൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യം കൃത്യമായി തന്നെയാണ് ഹാഷിം വിളിച്ചു പറഞ്ഞത്. ഫസിയുടെ പഠിത്തം മുടങ്ങരുതെന്ന് അഫ്സലിന് നിർബന്ധമുണ്ടായിരുന്നു. തൻ്റെ മനസ്സ് കൃത്യമായി വായിച്ചെടുത്ത ഹാഷിമിനെ അഫ്സൽ ഒരു മനോഹരമായ പുഞ്ചിരിയോടെ നോക്കി. ഫസി ആ നാണത്തിനിടയിലും അഫ്സലിൻ്റെ ആ നോട്ടവും പുഞ്ചിരിയും കണ്ട് ഉള്ളിൽ വലിയൊരു ആശ്വാസത്തോടെയും പ്രണയത്തോടെയും അവിടെ ഇരുന്നു. തറവാട്ടിൽ ആ വലിയ ചിരിയും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ഹാഷിമിൻ്റെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. അവൻ പോക്കറ്റിൽ നിന്നും ആ ഫോൺ എടുത്ത് നോക്കിയതും അവൻ്റെ മുഖത്തെ ചിരി പതുക്കെ മാഞ്ഞു. പകരം വലിയൊരു ഗൗരവം ആ മുഖത്ത് പടർന്നു. അവൻ ഫോണിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് അഫ്സൽ പതുക്കെ അരികിലേക്ക് വന്ന് ചോദിച്ചു, എന്താടാ, എന്തു പറ്റി? ഹാഷിം ഒന്നും മിണ്ടാതെ ഫോൺ അഫ്സലിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അതിൽ നാട്ടിലെ ഒരു പ്രമുഖ ന്യൂസ് റിപ്പോർട്ടറിൻ്റെ ഫേസ്ബുക്ക് വാർത്തയായിരുന്നു. ഹണി ട്രാപ്പ് തട്ടിപ്പും മയക്കുമരുന്ന് കടത്തും, യുവതിയും കൂട്ടാളിയും ടൗണിലെ പാർക്കിൽ നിന്നും പോലീസ് പിടിയിൽ. താഴെ ലേഡി പോലീസുകാർക്കിടയിൽ തല താഴ്ത്തി നിൽക്കുന്ന ഫസീലയുടെ വ്യക്തമായ ഫോട്ടോയും ഉണ്ടായിരുന്നു. അത് കണ്ടതും അഫ്സലിൻ്റെ മുഖത്തൊരു ഞെട്ടൽ വന്നു. അവൻ ആ വാർത്ത ഹാളിലിരുന്ന് ഉമ്മച്ചിയുടെയും ഫസിയുടെയും അമീനയുടെയും മുന്നിലേക്ക് നീട്ടി. വാർത്തയും ഫസീലയുടെ ഫോട്ടോയും കണ്ടതും ആ ഹാളിൽ പെട്ടെന്ന് വലിയൊരു നിശബ്ദത പടർന്നു. എല്ലാവരുടെയും മുഖത്ത് ഒരു ഞെട്ടലായിരുന്നു. ഫസി കുറച്ചു നേരം ആ ഫോട്ടോയ്ക്ക് തന്നെ നോക്കി നിന്നു. തന്നെ ഒരുപാട് വേദനിപ്പിച്ച തൻ്റെ കുടുംബം തകർക്കാൻ നോക്കിയ ഒരുവളാണിപ്പോൾ നിയമത്തിനു മുന്നിൽ നാണം കെട്ടി നിൽക്കുന്നത്.
പക്ഷേ അവളുടെ മനസ്സിൽ പ്രതികാര ചിന്തയല്ല, മറിച്ച് ഒരു വലിയ സഹതാപമാണ് തോന്നിയത്. ആയിഷുമ്മ പതുക്കെ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു, പടച്ചവൻ ആർക്കും ഈ ഗതി വരുത്താതിരിക്കട്ടെ. സ്വന്തം അഹങ്കാരം കൊണ്ടും ദുർബുദ്ധി കൊണ്ടുമാണ് ആ കുട്ടി ആ ചതിക്കുഴിയിൽ ചെന്ന് ചാടിയത്. ചെയ്ത തെറ്റുകൾക്ക് കാലം കരുതി വെച്ച ശിക്ഷയായിരിക്കുപ്പത്. ഫസീലയുടെ വാർത്ത അവരിൽ ചെറിയൊരു ഭയവും തിരിച്ചറിവും ഉണ്ടാക്കിയെങ്കിലും അത് അവരുടെ ഇപ്പോഴത്തെ സന്തോഷത്തെ തകർക്കാൻ അവർ അനുവദിച്ചില്ല. തങ്ങളെ തകർക്കാൻ നോക്കിയവർ തകർന്നടിഞ്ഞപ്പോഴും അള്ളാഹു തങ്ങളെ കൈവിടാതെ ഒന്നിപ്പിച്ച് നിർത്തിയല്ലോ എന്നോർത്ത് അവർ പരസ്പരം നോക്കി. അഫ്സൽ ഫസിയുടെ കൈകളിൽ പതുക്കെ ഒന്നുകൂടി മുറുകെ പിടിച്ചു. ഹാഷിം അമീനയെ ചേർത്തു പിടിച്ചു. അമീനയുടെ വീട്ടിൽ നിന്നും അവർ അവരുടെ വീട്ടിൽ തിരിച്ചെത്തിയ ആ രാത്രി ഫസി തൻ്റെ മുറിയിലേക്ക് കയറുമ്പോൾ അഫ്സൽ കുളിച്ച് ഫ്രഷായി വന്ന് കട്ടിലിൽ ഇരിപ്പുണ്ടായിരുന്നു. അവൾ അകത്തേക്ക് കയറിയതും അവൻ പതുക്കെ എഴുന്നേറ്റ് അവളുടെ അരികിൽ വന്നു. അവൻ ഫസിയുടെ കണ്ണുകളിലേക്ക് നോക്കി പതുക്കെ പറഞ്ഞു, ഫസി, ആ വാതിൽ അങ്ങോട്ട് അടച്ചേക്ക്. അത് കേട്ടപ്പോൾ തന്നെ അവളുടെ നെഞ്ചിടിപ്പ് കൂടി. അവൾ തിരിഞ്ഞ് വാതിൽ പതുക്കെ അടച്ച് തട്ടുമുക്കി ഒതുക്കി വിറക്കുന്ന കാൽവെപ്പുകളോടെ അവൻ്റെ അരികിലേക്ക് നടന്നു ചെന്നു. അഫ്സൽ അവളുടെ കൈകളിൽ പതുക്കെ പിടിച്ചു. ആ കൈകൾ വല്ലാതെ തണുത്തിട്ടുണ്ടായിരുന്നു. അവൻ അവളെ കട്ടിലിൻ്റെ അരികിലേക്ക് ഇരുത്തി. അവളുടെ മുഖം തൻ്റെ കൈകളിൽ കോരിയെടുത്തു. എന്നിട്ട് അവളുടെ കാതോരം പതുക്കെ ചോദിച്ചു, ഇന്ന് ഞാൻ നിന്നെ പൂർണ്ണമായും സ്വന്തമാക്കിക്കോട്ടെ? അത് കേട്ടതും ഫസിക്ക് നാണം കൊണ്ട് മുഖം ഉയർത്താൻ കഴിഞ്ഞില്ല. അവളുടെ ശരീരം വല്ലാതെ വിറക്കാൻ തുടങ്ങി. അവളുടെ ആ വിറയലും നാണവും കണ്ടപ്പോൾ അഫ്സലിൻ്റെ മുഖത്ത് സ്നേഹം നിറഞ്ഞൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ അവളുടെ നെറ്റിയിൽ തൻ്റെ ചുണ്ടുകൾ അമർത്തി ചുംബിച്ചു. അവൻ്റെ ആ ചുംബനം അവളുടെ ഉള്ളിലെ ഭയത്തെയെല്ലാം അലിയിച്ചു കളഞ്ഞു. അവൻ ഫസിയുടെ മനോഹരമായ ആ ആദരങ്ങളെ തൻ്റെ ആദരങ്ങളോട് കോർത്തെടുത്തു. ആ ഒരൊറ്റ സ്പർശത്തിൽ നാളുകളായുള്ള കാത്തിരിപ്പിൻ്റെ വിരഹമെല്ലാം ഉരുകിത്തീർന്നു. അഫ്സലിൻ്റെ കൈകൾ ഫസിയുടെ ശരീരത്തിലൂടെ പതിയെ ഒഴുകി നടന്നു. അവളുടെ ഭയത്തെയും നാണത്തെയും ഓരോന്നായി അലിയിച്ചു കളഞ്ഞുകൊണ്ട് അവൻ അവളിലേക്ക് പൈതിറങ്ങി. ആ മുറിയിൽ പ്രണയത്തിൻ്റെ ശിൽക്കാരങ്ങളും ഇണപ്രാവുകളുടെ കുറുകലുകളും മാത്രം ബാക്കിയായി. പരസ്പരം പൂർണ്ണമായി സമർപ്പിച്ച ആ നിമിഷങ്ങളിൽ അവർ രണ്ടുപേരും ഒരൊറ്റ ജീവനായി മാറുകയായിരുന്നു. ഒരു പെരുമഴ പോലെ അവൻ അവളുടെ മനസ്സിലേക്കും ശരീരത്തിലേക്കും പൈതിറങ്ങിയപ്പോൾ ആ രാത്രി ഒരിക്കലും മറക്കാനാവാത്ത പ്രണയത്തിൻ്റെ പൂക്കൾ അവർക്ക് സമ്മാനിച്ചു. കുറച്ച് സമയത്തിന് ശേഷം എല്ലാ പ്രണയ നിമിഷങ്ങളും കഴിഞ്ഞ് അഫ്സൽ അവളുടെ നെഞ്ചിലേക്ക് സ്നേഹത്തിൽ തളർന്ന് ശാന്തമായ ഉറക്കത്തിലേക്ക് വീണു. അവൻ ഉറങ്ങുന്നത് നോക്കിക്കിടക്കുമ്പോൾ ഫസിയുടെ കൺകോണുകളിൽ നിന്നും ആനന്ദത്തിൻ്റെ കണ്ണുനീർത്തുള്ളികൾ പതുക്കെ ഒലിച്ചിറങ്ങി. ഇത്രയും കാലം താൻ അനുഭവിച്ച എല്ലാ വേദനകൾക്കും ഒടുവിൽ ഇന്ന് താൻ തൻ്റെ അഫ്സലിക്കയ്ക്ക് പൂർണ്ണമായും സ്വന്തമായിരിക്കുന്നു എന്ന തിരിച്ചറിവ് അവളുടെ മനസ്സിന് വലിയൊരു സമാധാനമാണ് നൽകിയത്. അവൾ അവനെ ഒന്നുകൂടി മുറുകെ ചേർത്ത് പിടിച്ച് ആ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു. ഫസീലയുടെ ബന്ധം ഒഴിഞ്ഞതോടെ ഷനൂബ് തൻ്റെ ജീവിതത്തിൽ കഠിനമായി അധ്വാനിക്കാൻ തീരുമാനിച്ചു. ഹംസ പറഞ്ഞ ആ പാവം കുട്ടിയെ അവൻ വിവാഹം കഴിച്ചു. കാണാൻ അതീവ സുന്ദരിയും ഒതുക്കവുമുള്ള തസ്നി വന്നതോടെ ഷനൂബിൻ്റെ ജീവിതത്തിൽ ഐശ്വര്യം വന്നു. അവൻ സുഹൃത്തുക്കളുമായി ചേർന്ന ഒരു ചെറിയ പുതിയ ബിസിനസ് ആരംഭിച്ചിരുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ ബിസിനസ് വലിയ രീതിയിൽ ക്ലിക്കായി. ചുരുങ്ങിയ കാലം കൊണ്ട് ഷനൂബ് വലിയൊരു സമ്പന്നനായി മാറി. കാറും പുതിയ വീടുമൊക്കെയായി അവൻ ജീവിച്ചു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം മയക്കുമരുന്ന് കേസിൻ്റെ നാണക്കേടും പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങിയതിൻ്റെ തളർച്ചയും കാരണം ഫസീലയുടെ ജീവിതം ഇരുളടഞ്ഞു പോയിരുന്നു. ജോലി നഷ്ടപ്പെട്ടു. നാട്ടുകാർക്ക് മുന്നിൽ മുഖം കാണിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഒരു വൈകുന്നേരം തലയിലൂടെ തട്ടമിട്ട് മുഖം മറച്ച് കടുത്ത നിരാശയോടെ ഫസീലയും ഉമ്മ ഫരീദയും ടൗണിലെ ആ വലിയ മാളിൻ്റെ മുന്നിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോഴാണ് റോഡിൻ്റെ വശത്തേക്ക് ഒരു ആഡംബര കാർ വന്നു നിർത്തിയത്. അതിൻ്റെ തിളങ്ങുന്ന ബ്ലാക്ക് ഗ്ലാസുകൾ താഴ്ന്നപ്പോൾ ഫസീലയുടെ ശ്വാസം നിലച്ചുപോയി. കോട്ടും സ്യൂട്ടുമിട്ട് ഒരു ഹീറോയെ പോലെ ഗാംഭീര്യത്തോടെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് മറ്റാരുമല്ല, ഷനൂബ്. അവൻ വണ്ടി നിർത്തിയിറങ്ങി വന്ന് ചിരിച്ചുകൊണ്ട് കാറിൻ്റെ അടുത്ത ഡോർ തുറന്നു കൊടുത്തു. നിറഞ്ഞ വയറുമായി അതീവ സുന്ദരിയായ അവൻ്റെ ഭാര്യ തസ്നി അവൻ്റെ കൈ പിടിച്ച് പതുക്കെ പുറത്തേക്കിറങ്ങി. അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രണയത്തോടെ നടന്നു പോകുന്ന ഷനൂബിനെ കണ്ടപ്പോൾ ഫസീലയുടെ ചങ്ക് തകർന്നു പോയി. താൻ ചവിട്ടി തെറിപ്പിച്ചത് ഒരു വലിയ നിധിയായിരുന്നു എന്ന കടുത്ത കുറ്റബോധം അവളെ ശ്വാസം മുട്ടിച്ചു. ഫസീല കണ്ണീരോടെ അവിടെ തന്നെ തറഞ്ഞു നിൽക്കുമ്പോഴാണ് മാളിൻ്റെ വലിയ ഗ്ലാസ് തുറന്ന് ആ 4 പേരും ഒന്നിച്ച് അതീവ സന്തോഷത്തോടെ അങ്ങ് നടന്നു വന്നത്. അഫ്സലും ഫസിയും ഹാഷിമും അമീനയും ഒരുമിച്ച് നടന്നു വരുന്നത്. അഫ്സലിൻ്റെ കൈകൾ കോർത്ത് നടന്നു വരുന്ന ഫസി അവരുടെ പ്രണയം എത്രത്തോളം ആഴമുള്ളതാണെന്ന് അവരുടെ മുഖത്ത് പ്രകടമായിരുന്നു.
ഹാഷിം തൻ്റെ കൈകളിൽ കുഞ്ഞിനെ എടുത്ത് അമീനയോട് എന്തോ സ്നേഹത്തോടെ സംസാരിക്കുന്നു. ആ സന്തോഷം കണ്ടപ്പോൾ താൻ മുമ്പ് അവരോട് കാണിച്ചതെല്ലാം തെറ്റായിരുന്നു എന്ന ഫസീലയ്ക്ക് പൂർണ്ണമായും ബോധ്യമായി. അവർ 4 പേരും ഷനൂബിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. പരസ്പരം കണ്ടപ്പോൾ അവർക്കിടയിൽ വലിയൊരു സ്നേഹപ്രകടനം തന്നെ ഉണ്ടായിരുന്നു. ആ സന്തോഷകരമായ സംഗമം ദൂരെ നിന്ന് നോക്കി നിന്ന ഫസീലയുടെ കണ്ണുകളിൽ നിറയുന്നത് വെറും ഒരു സങ്കടമല്ല, മറിച്ച് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളെക്കുറിച്ചുള്ള വലിയ തിരിച്ചറിവാണ്. താൻ അഹങ്കരിച്ചും വെറുപ്പും കാണിച്ച് ദൂരെ കളഞ്ഞ സ്നേഹം എത്രത്തോളം വലുതായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. ആ 4 പേരുടെയും കുടുംബ ബന്ധത്തിൻ്റെ കെട്ടുറപ്പ് കണ്ടപ്പോൾ ഫസീലയ്ക്ക് താൻ തെറ്റായ പാതയിലായിരുന്നു സഞ്ചരിച്ചത് എന്ന് തോന്നി. അവൾ ഉമ്മയുടെ കൈകളിൽ മുറുകെ പിടിച്ച് പശ്ചാത്താപത്തോടെ അവിടെ നിന്നും പതുക്കെ നടന്നു നീങ്ങി. പുതിയൊരു ജീവിതം തുടങ്ങണമെന്നും ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യണമെന്നുമുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു അവളുടെ മനസ്സിൽ. ഏവരും തങ്ങളുടെ പ്രണയവും കുടുംബവും സ്നേഹത്തോടെ കൊണ്ടു നടക്കുന്ന മനോഹരമായ കാഴ്ചയോടെ ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ കൊച്ചു കഥ ഇവിടെ പൂർണ്ണമാവുകയാണ്. വിദ്വേഷങ്ങൾക്കും ചതികൾക്കും മുകളിൽ സ്നേഹവും പരസ്പരമുള്ള കരുതലും തന്നെയാണ് എപ്പോഴും ജയിക്കുക എന്ന തിരിച്ചറിവോടെയാണ് ഈ കഥ അവസാനിക്കുന്നത്. ആദ്യ വരി മുതൽ ക്ലൈമാക്സ് വരെ ഒട്ടും മടുപ്പില്ലാതെ വലിയ താല്പര്യത്തോടെ ഈ കഥ വായിച്ച നിങ്ങൾ ഓരോരുത്തരുടെയും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. നിങ്ങളുടെ പിന്തുണയും സ്നേഹവുമാണ് ഇത്രയും മനോഹരമായി ഈ കഥ എഴുതി തീർക്കാൻ എനിക്ക് പ്രചോദനമായത്. കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും അറിയിക്കുമല്ലോ. ഇനിയും നല്ലൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ നന്ദി.